മാന്യ സദസ്സിന് വന്ദനം. പ്രിയ കൂട്ടുകാരി, കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരാ? ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനൊരു കഥ പറയാം. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ. കഥയുടെ പേരാണ് ഒറ്റപ്പെടുത്തുന്നവർ. വലിയ കെട്ടിടത്തിൽ നിന്ന് ചെറുപ്പക്കാരൻ താവിൽ നിന്ന് മുന്നോട്ട് നടന്നു. കൂടിയ വൃദ്ധനുമുണ്ടായിരുന്നു. അയാൾക്ക് അവിടെ വളരെയധികം ഇഷ്ടം. വലിയ മുറ്റവും പൂന്തോട്ടവും താമരക്കുളവുമുള്ള വലിയ കെട്ടിടം. വൃദ്ധനെന്ന് പറയണ്ട, മുത്തശ്ശൻ എന്ന് പറയാ. അതാണ് ഉചിതം. മുത്തശ്ശൻ അവിടെ എല്ലാം അതിശയത്തോടെ നോക്കി. എന്തിനാവോ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക? മുത്തശ്ശൻ മനസ്സിലോർത്തു. തന്റെ മോനെ കുറിച്ച് ഓർത്ത് മുത്തശ്ശൻ ഭാരം കൊണ്ടു. എത്ര എടുക്കാൻ? അവർ റിസപ്ഷനിസ്റ്റിന്റെ മുന്നിലെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, എന്താ പേര്? എത്രയാ വയസ്സ്? ചെറുപ്പക്കാരനൊരു മടിയോടുകൂടി പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛൻ, പേര് രാമൻകുട്ടി, വയസ്സ് 75. അച്ഛൻ നോക്കാൻ വീട്ടിൽ ആരുമില്ല. ഞാനും കുടുംബവും അങ്ങ് ദൂരെ ദൂരെ ടൗണിലാ താമസിക്കുന്നത്. അവിടെ ഒന്നും അച്ഛന് ശരിയാവില്ല. പോരാഞ്ഞിട്ട് ബിപിയും ഷുഗറും ഒക്കെയുണ്ട്. ഇവിടെയാകുമ്പോൾ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരിക്കാൻ ഒത്തിരി ആളുണ്ടല്ലോ. എല്ലാം ശരി തന്നെ എന്ന ഭാവത്തിൽ റിസപ്ഷനിസ്റ്റ് തലയാട്ടിക്കൊണ്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഏത് റൂമാ വേണ്ടി? എസിയോ നോൺ എസിയോ? എന്ത് ഭക്ഷണാ വേണ്ടി? വെജോ നോൺ വെജോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു കുറവ് എന്റെ അച്ഛന് വരുത്തിക്കൂടാ. ടിവിയും എസിയും ഒക്കെയുള്ള വലിയ മുറി തന്നെ മതി. അച്ഛന് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കണം. പൈസ കൃത്യസമയത്ത് ഞാൻ അയച്ചു തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആവശ്യമുള്ളത് എടുക്കുന്നതിന് ആ കാറിന്റെ അടുത്തേക്ക് പോയി. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി കടന്നു വന്നു. ആ കെട്ടിടത്തിന്റെ ഓണർ അദ്ദേഹം മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മുത്തശ്ശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുറെ നേരം എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെറുപ്പക്കാരൻ കണ്ടുകൊണ്ടിരുന്നു. കാറിൽ നിന്ന് സാധനങ്ങളുമായി തിരിച്ചെത്തിയ ചെറുപ്പക്കാരൻ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാം? അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ ബാലനെ ഇവിടെ നിന്ന് എടുത്തിരുന്നു നിന്റെ അച്ഛൻ. ഇത് നിങ്ങളോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ വിഷമിക്കണ്ട, നിന്റെ അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാദർ നടന്നു നീങ്ങി. ചെറുപ്പക്കാർ ലജ്ജിച്ചു തല താഴ്ത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛ, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കൂ. പ്രിയ കൂട്ടുകാരി, കഥ ഇഷ്ടമായില്ലേ? എന്തിനാവും ആ ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നത്? അച്ഛനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ നാം വൃദ്ധശാലകളിൽ കൊണ്ടാക്കുന്നു, തെരുവുകളിൽ വലിച്ചെറിയുന്നു. അരുതൊരിക്കലും അരുത്. വാർദ്ധക്യം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. നാം ഏവരും എത്തിച്ചേരുന്ന അവസ്ഥ. അത് അവഗണിക്കരുത്. നന്ദി, നമസ്കാരം.